അനിൽ ആന്റണി തോൽക്കണമെന്ന് പറയുക മാത്രം, ആന്റോണി ജയിക്കണമെന്ന് പറയുക മാത്രമല്ല, അനിൽ ആന്റണി അവിടെ തോൽക്കണമെന്ന് ഒരു ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ അച്ഛൻ്റെ ഭാഗത്തുനിന്നാണ് വന്നിരിക്കുന്നത്. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ വേറെ രാഷ്ട്രീയം വേറെ. ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം എൻ്റെ പിതാവാണ്, എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെക്കുറിച്ച് എനിക്ക് വിശ്വാസമില്ല. കാര്യം ഞാൻ ഈ BJP-യിൽ പ്രവേശിച്ച അന്ന് തന്നെ പറഞ്ഞു, അതിൻ്റെ സാഹചര്യവും നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. BBC എന്നൊരു ഡോക്യുമെൻ്ററി, അവർ BBC-യുടെ ഡോക്യുമെൻ്ററി ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്തൊരു ഡോക്യുമെൻ്ററി ഇറക്കിയപ്പോൾ, രാജ്യവിരുദ്ധമായ ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയപ്പോൾ ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇന്ന് ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേൾപ്പുള്ള, ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ രാഷ്ട്രീയത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കാരണം ഞാൻ BJP-യിൽ പ്രവേശിച്ച് ഞാനിന്ന് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്. ഞാനിവിടെ ശ്രീ നരേന്ദ്രമോദിജി തന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇവിടെ എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആൻ്റോ ആൻ്റണി, അദ്ദേഹത്തെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം വളരെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം ഇവിടെ MP ആണ്. ഞാൻ ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടുകയാണ് ചെയ്തത്. കാര്യം ഇവിടെ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല. ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടെക്നിക്കൽ, അതല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നുമില്ല, വികസനമൊന്നുമില്ലാത്തൊരു സ്ഥലം, ഈ വികസനമൊന്നുമില്ലാതെ അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഈ MP, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമൂഹത്തെ പോളറൈസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച് പാകിസ്ഥാൻ എന്നുള്ള തീവ്രവാദ രാജ്യത്തിൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഇന്ത്യയെ തന്നെ ചതിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന വിഷയം. ഇത് കാരണം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ ജനത ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞത്. 2014-ൽ 2019-ൽ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഫുൾ മെജോറിറ്റിയോടെ ജയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്രയും ദയനീയമായിട്ട് പരാജയപ്പെട്ടത്? ഇതൊക്കെ തന്നെയാണ് കാരണം. 2014-ലും 2019-ലും പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷ സ്ഥാനം വേണമെങ്കിൽ മിനിമം 10% സീറ്റ് വേണം, അതായത് 55 സീറ്റ് വേണം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇവർ രാഹുൽ ഗാന്ധി എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്തിട്ടും പ്രതിപക്ഷ നേതാവിന് പോലും അർഹമല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ജനത ഇവരെ തോൽപ്പിച്ചത് ഇവരുടെ ഈ രാഷ്ട്രീയം കാരണമാണ്. കാരണം ഇവരുടെ രാഷ്ട്രീയം, കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം ഇന്ന് രാജ്യവിരുദ്ധമായ രാഷ്ട്രീയമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും നിലനിൽക്കേണ്ടത് രാഷ്ട്രത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത് വെറും ഒരു കുടുംബത്തിന് വേണ്ടിയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജ്യവിരുദ്ധമായ നയങ്ങൾ പിന്നെയും ചെയ്ത് ഇന്ന് പരാജിതനായ ഒരു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ലാതെ അവർക്ക് മറ്റൊരു അജണ്ടയില്ല. പക്ഷേ ഇന്ത്യൻ ജനത ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് കാരണം തന്നെയാണ് 2024-ലും നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നല്ല ഭൂരിപക്ഷത്തോടെ 3ാമത്തെ പ്രാവശ്യം വരുമ്പോഴും അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് രൂക്ഷമായ ഭാഷയിൽ വിമർശനം എന്നുള്ളതാണ്. ഞാനത് കേട്ടില്ല, പക്ഷേ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ കുടുംബകാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായി അറിയാം.